പ്രിയപ്പെട്ട അളിയന് ഞാൻ പോകുന്നു. നിരവധി തവണ ജയിലിൽ കിടന്ന് മടുത്ത ഞാൻ ഇനി ആ വഴിക്ക് ചിന്തിക്കുന്നില്ല. എന്നോട് സ്നേഹമുണ്ടെങ്കിൽ എൻ്റെ കുറ്റം അളിയൻ ഏറ്റെടുത്ത് എന്നെ സഹായിക്കണം. പകരം അളിയൻ്റെ കുഞ്ഞിനെ എൻ്റെ സ്വന്തം കുഞ്ഞു പോലെയും അളിയൻ്റെ ഭാര്യയെ എൻ്റെ സ്വന്തം ഭാര്യയെ പോലെയും ഞാൻ സംരക്ഷിച്ചു കൊള്ളാം. അളിയൻ പോലീസിന് കീഴടങ്ങിയ ശേഷം ഞാൻ തിരിച്ചെത്താം എന്ന് സ്വന്തം സ്വാമി അയ്യപ്പൻ. എന്റെ അമ്മേ, അളിയാ എന്താ? ഇന്നലെ രാത്രി തലക്കിടിയിട്ടവൻ ചത്തട്ടില്ല. ഇങ്ങോട്ട് വന്നേ, വാ. കണ്ട, അതവനാ. അവൻ ചത്തട്ടില്ല. ദേ പുതിയൊരുത്തിനെ കൊണ്ടാ വന്നേ. എന്തിനായിരിക്കും അവർ വന്നത്? പ്രതികാരത്തിന്. ചൂണ്ടിക്കാണിച്ച് കൊട്ടേഷൻ കൊടുത്ത സ്ഥിതിക്ക് പോലീസിൽ പരാതിപ്പെട്ട് കാണില്ല. ഏതു സമയം ഒരു ആക്രമണം പ്രതീക്ഷിക്കാം. അളിയൻ സൂക്ഷിച്ചോ. ഓലെ ആഗ്രഹം കൊള്ളാം. എല്ലാം എന്റെ തലയെ കെട്ടിവെച്ചിട്ട് വെളുപ്പിനെ മുങ്ങാനുള്ള പരിപാടിയായിരുന്നല്ലേ? ഞാൻ അളിയനൊന്ന് ഏപ്രിൽ ഫുള്ളാക്കിയതല്ലേ. ആയില്ല. ഈ സെപ്റ്റംബറിലോ? എന്താ ഇവിടെ? നിന്റെ മുറച്ചെറുക്കന്റെ പ്രണയലേഖനം. അളിയന്റെ ഒരു തമാശേ. ഞാൻ എഴുതിയ കവിതയാ. കവിത. 12 മക്കളെ പെറ്റൊരമ്മേ. എനിക്കിതങ്ങനെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. എന്താ ഒന്ന് ശ്രമിച്ചു നോക്കുന്നു? ആഗ്രഹമുണ്ട്. പക്ഷെ നമ്മൾ വേണ്ടാത്തോട് തൊട്ടാ ഏത് തൊഴിക്കാത്ത പശുന്ന് തൊഴിക്കും. എന്റെ തലയിലെടുത്ത അതാ. ആഗ്രഹിച്ചൊന്നും നടന്നിട്ടില്ലേ. ചോറ് കളയുടെ മുഴുവൻ കഴിക്കണം. ഹായ് മുത്തശ്ശൻ. ആരായത്? മുത്തശ്ശന്റെ പുന്നാരയല്ലേ? ആ, മുത്തശ്ശൻ മോക്കൊരു സൂത്രം കൊണ്ടുവന്നിട്ടുണ്ട്. ഹായ് ചോക്ലേറ്റ്. ശേഖരേട്ടോ, ദേ അച്ഛൻ വന്നിട്ടുണ്ട്. അമ്മോനോ? അളിയ ഒരു വെള്ള ഷർട്ട് ഇട്ടു. അലമാരി കാണും. ആ, ഷർട്ട് കിട്ടിയോ? കിട്ടി. അത് ഈ ചന്ദനുണ്ടളിയ. ഇതാ അവിടെ ഇരിപ്പുണ്ട്. ആ, വണ്ടി വന്നല്ലോ. കുട്ടപ്പ, ആ ജീപ്പിലിരിക്കുന്ന സാധനം അകത്തേക്ക് എടുത്തു. മുത്തശ്ശൻ ഞാൻ പോവാ. പതുക്കെ പതുക്കെ. ടാറ്റാ. ആ, ഒരുപാട് സാധനങ്ങളുണ്ടല്ലോ. നമ്മുടെ പറമ്പിൽ വിളഞ്ഞതാ ഇതൊക്കെ. കൊലയും കുറച്ച് പച്ചക്കറികളും. അമ്മാവ അനുഗ്രഹിക്കണം. നീ എന്താ ഇവിടെ? കാശിക്ക് പോണ വഴിക്കൊന്ന് കേറിയത് അമ്മാവ. കാശിക്കോ? കാശിയുമായുള്ള ബന്ധം എപ്പോഴും നല്ലതാണ് അമ്മാവ. അമ്മാവന്റെ ചിതാഭസ്മം അവിടെ കൊണ്ടുപോയി ഒഴുക്കാമെന്ന് ഞാൻ നേർന്നിട്ടുണ്ട്. അതിനി അധികം സമയമില്ലല്ലോ. എന്താ? എന്തോ കുട്ടപ്പ, ഞാൻ സഹായിക്കട്ടെ. ഇവൻ എപ്പോ വന്നു? ഒരാഴ്ചയായല്ലേ? അതെ. എന്റെ മോൻ ഇവന്റെ കൂട്ടുകൂട്ടിയിട്ടാ വഴി തെറ്റിയത്. അമ്മാവ, ഞാൻ ആ പഴയ അയ്യപ്പനല്ല. എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. അമ്മാവ, കാട്ടുകള്ളനായിരുന്ന വാൽമീകിയല്ലേ വ്യാസൻ എന്ന തൂലികാനാമത്തിൽ മഹാഭാരതം എഴുതിയത്? കാളി എന്ന അണ്ടർവേൾഡ് ഡോണല്ലേ ദാസൻ എന്ന പേരിൽ പാട്ടുകൾ എഴുതി പ്രശസ്തനായത്? ഞാൻ ആ പഴയ അയ്യപ്പനല്ല, സ്വാമി അയ്യപ്പൻ. നീ ആളാകെ മാറിപ്പോയല്ലോ അയ്യപ്പ. ആ,
അന്ന് മകളെ കെട്ടിച്ചേരാത്തിൽ വിഷമമുണ്ടല്ലേ? ഇനിയൊരു അവസരം ഉണ്ടായാൽ പാഴാക്കരുത്.